എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൃഷ്ണനാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ ഗോപാലൻ തങ്കത്തിനെ കണ്ടിട്ട് ആ ഫോട്ടോയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇത് സിദ്ധാരയും കൂടെ ഉള്ളത് തങ്കം അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ തങ്കം സമ്മതിക്കത്തില്ല, ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞ് വഴക്കിടും. അപ്പം ഗോപാലൻ പറയും, തങ്കം പറഞ്ഞില്ലേ ഞാനിത് കൃഷ്ണയെ കാണിക്കുന്നു പറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ തങ്കത്തിന് വല്ലാത്തൊരു വയ്യായിക വന്നിട്ട് അങ്ങ് തലകറങ്ങി വീഴുകയാണ്. അങ്ങനെ കൃഷ്ണയൊക്കെ ഓടി വന്നിട്ട് പറയും, ഗോപാലേട്ടൻ പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കൃഷ്ണയുടെ അമ്മ കണ്ണ് തുറന്ന് നോക്കിയിട്ട് ചോദിക്കും, ഗോപാലൻ പോയോന്ന് ചോദിക്കും. അപ്പോൾ പോയി എന്ന് പറയും. അങ്ങനെ ഗോപാലൻ നേരെ ചെന്ന് നമ്മുടെ സുനന്ദയോടൊക്കെ കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെ. അപ്പം ഗോപാലൻ പറയും, എന്തായാലും ഇതിൻ്റെ രഹസ്യം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഒന്നുകിൽ ഇത് സിതാരയുടെ മകളാണ്, അല്ലെങ്കിൽ നമ്മുടെ തങ്കത്തിൻ്റെ മക്കളായിരിക്കും. എന്തോ ഇതിലുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഇത് വെച്ച് കൃഷ്ണയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവൾ സിതാരയുടെ മകളാണെങ്കിൽ അവർ സഹായിക്കത്തിരിക്കത്തില്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സുനമ്പ് പറയും, അയ്യോ അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തന്നെ ലാസ്റ്റ് പണിയാകും എന്നുള്ള രീതി സുനന്ദ പറയും. അപ്പോൾ ഗോപാലൻ പറയും, ഇല്ല, നമുക്ക് എന്തായാലും ഇതിൻ്റെ പുറകെ തന്നെ പോകണം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കീർത്തി അമ്മയൊക്കെ ആണെങ്കിൽ നാളത്തെ ദിവസം പുതിയ ഫാക്ടറി ഉദ്ഘാടനത്തിന് ഗാഥ വരും. അപ്പോൾ ഗാഥയെ കൊല്ലാൻ ഒരുക്കങ്ങളെ ഒരുക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഇലക്ട്രീഷ്യനെ പോയി കണ്ട് സംസാരിക്കുന്നു. ഗാഥ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഷോക്കേറ്റ് മരിക്കണം. അങ്ങനെ അയാൾക്ക് പൈസയൊക്കെ കൊടുത്ത് ഡീൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതിന് മുമ്പേ ചിലപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കും, അതിനനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇലക്ട്രീഷ്യൻ പറയില്ല, ഞാനത് ചെയ്തോളാം, കറക്റ്റായിട്ട് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ പൈസയും മേടിച്ചിട്ട് പോവുകയാണ്. പിന്നീട് പിറ്റേ ദിവസം മോർണിംഗിൽ അതേ സമയത്ത് നമ്മുടെ കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ കൃഷ്ണയ്ക്ക് വാരി കൊടുക്കുന്നിട്ട് പറയുന്നു, മോൾ എന്നെ വിട്ടു പോകുമെന്നൊക്കെ ചോദിക്കുന്നു. അതേ സമയത്ത് ഗാഥയും സിദ്ധാരയാണെങ്കിൽ ഇതുപോലെ തന്നെ ഗാഥ പറയുന്നു, എനിക്ക് അമ്മ വാരി തരണം എന്ന് പറയുന്നു. അപ്പോൾ സിദ്ധാര ചോദിക്കുക, എന്താ നല്ല അത് ഞാനിനി കുറച്ച് ദിവസം കൂടിയല്ലേ ഇവിടെ കാണുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് സ്ഥലത്തും മക്കൾക്ക് വാരി കൊടുക്കുന്ന അമ്മയാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന കൃഷ്ണയുടെ അമ്മയും കാണാൻ പറ്റും. അപ്പോൾ കൃഷ്ണൻ പിന്നെ പറയുന്നുണ്ട്, ഈ ലെറ്ററിനെ പറ്റി അച്ഛനെ പറ്റി ഞാൻ ഇനി ചോദിക്കത്തില്ല എന്നുള്ള ഉറപ്പും കൊടുക്കുകയാണ് നമ്മുടെ തങ്കത്തിന്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഓക്കെ എല്ലാം ഡീൽ ചെയ്യുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് ഗാഥയാണെങ്കിൽ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി അവരെല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങുകയാണ്. കാരണം എന്നിട്ട് ഗാഥ പറയുന്നു, എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കണം, ഗാഥ ആരാണെന്ന് അവരെല്ലാവരും അറിയണം എന്ന് പറയുന്നു. ഇതേ സമയത്ത് സിതാര കൂടെയുള്ള പുള്ളിക്കാരോട് പറയുന്നു, എങ്ങനെയാലും ഈ കല്യാണം മുടക്കിയേ പറ്റുള്ളൂ, അതിനെന്തെങ്കിലും ഒരു വഴി എനിക്ക് കിട്ടും, അത് അവസാനം വരെയാണെങ്കിലും ഞാൻ നിൽക്കും, അതിനുവേണ്ടി ഞാൻ ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സിദ്ധാര ഉറച്ചു നിൽക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ കീർത്തിയുടെ അമ്മയാണെങ്കിൽ ഇത് മുടക്കാനുള്ള എല്ലാ പരിപാടികളും ഒരുക്കി കഴിഞ്ഞു. അതും സിദ്ധാര അറിയുന്നില്ലല്ലോ. അപ്പം എല്ലാ സ്ഥലത്തു നിന്നും ഈ കല്യാണം മുടക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ തങ്കത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം തങ്കത്തിനൊരു പേടിയും ഭയമൊക്കെ വന്നു തുടങ്ങി. കാരണം തൻ്റെ മകൾ തന്നെ വിട്ടുപോകുമോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ മകളെ തലോടി ഉറക്കുന്ന അമ്മയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് തങ്കം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.